പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, NIOS +2 ഹിസ്റ്ററിയുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ചിട്ടായിരിക്കും തുടർന്ന് അങ്ങോട്ടുള്ള നമ്മുടെ ക്ലാസ് ഉണ്ടായിരിക്കുക. അതുപോലെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ക്ലാസ് എത്തിക്കുക. പിന്നെ അതുപോലെ നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചോ ഇനി അല്ലെങ്കിൽ നമ്മുടെ കോഴ്സിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാട്സപ്പിൽ മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ കോൾ ചെയ്യാം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 19 പോപ്പുലർ റെസിസ്റ്റൻസ് ടു കമ്പനി റൂൾ, ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയുള്ള ജനങ്ങളുടെ എതിർപ്പ്. പ്രധാനമായിട്ടും നമ്മളിതിൽ 1857 വിപ്ലവത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. 1857 നടന്നിട്ടുള്ള കലാപങ്ങൾ, അതുപോലെ തന്നെ വിപ്ലവങ്ങൾ, വ്യത്യസ്തങ്ങളായിട്ടുള്ള വിപ്ലവങ്ങൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ 1857 വിപ്ലവത്തിന് വ്യത്യസ്ത അഭിപ്രായങ്ങളും ചരിത്രകാരന്മാർക്കിടയിൽ വരുന്നുണ്ട്. ആ 1857 വിപ്ലവത്തെക്കുറിച്ചിട്ടാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പറയുന്നത്. ഓക്കെ, അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. 191 പേജിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ നേച്ചർ ഓഫ് ദ റിവോൾട്ട് ഓഫ് 1857. 1857 വിപ്ലവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് വിവരിക്കുക. നേച്ചർ ഓഫ് റിവോൾട്ട് 1857. 1857 കലാപത്തിൻ്റെ സ്വഭാവത്തെ സംബന്ധിച്ച് ചരിത്രകാരന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ കലാപത്തെക്കുറിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള വ്യാഖ്യാനങ്ങളും നൽകിയിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും 6 വ്യാഖ്യാനങ്ങളാണ് വരുന്നത്. അതിലൊന്നാമത്തത് 1857 വിപ്ലവം ശിപ്പായി ലഹളയാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. രണ്ടാമത്തത് ദേശീയ സമരമായിരുന്നു. 3 ഫ്യൂഡൽ കലാപമായിരുന്നു. 4 യാഥാസ്ഥിക കലാപമായിരുന്നു. 5 കർഷക കലാപമായിരുന്നു. 6 ജനകീയ കലാപമായിരുന്നു. ഇങ്ങനെ ചരിത്രകാരന്മാർ 6 രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ 1857 വിപ്ലവത്തിന് നൽകുന്നുണ്ട്. ഇനി അതിൻ്റെ താഴെ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയാണ്. കലാപത്തെ കേവലം ഒരു ശിപ്പായി ലഹളയായി ചിത്രീകരിച്ചുകൊണ്ടാണ് അതിൻ്റെ പ്രാധാന്യത്തെ കുറച്ച് കാണിക്കുവാനാണ് ബ്രിട്ടീഷുകാർ ശ്രമിച്ചത്. അതായത് ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ ഇതിനെ 1857 വിപ്ലവത്തെ ശിപ്പായി ലഹളയായിട്ടാണ് ചിത്രീകരിച്ചത്. ശിപ്പായിമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈനിക ജോലിയിൽ ഏർപ്പെട്ട പട്ടാളക്കാരുണ്ടല്ലോ, അവരെയാണ് ശിപ്പായിമാർ എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് ശേഷം നെക്സ്റ്റ് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നാമത്തത്, കലാപത്തെ കേവലം ഒരു ശിപ്പായി ലഹളയായി ചിത്രീകരിച്ചുകൊണ്ട് അതിൻ്റെ പ്രാധാന്യം കുറച്ച് കാണിക്കുവാനാണ് ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ ശ്രമിച്ചത്. അവരുടെ അഭിപ്രായത്തിൽ 1857 വിപ്ലവം യാതൊരു ജനപിന്തുണയുമില്ലാത്ത വെറുമൊരു ശിപ്പായി ലഹള മാത്രമായിരുന്നു എന്നാണ് ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ പറയുന്നത്. ഇനി മറ്റൊന്ന്, 1857 കലാപത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ടാണ് മറ്റു ചില ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ടാണ് കണക്കാക്കിയുള്ളത്. ഇനി മാർക്സിസ്റ്റ് എഴുത്തുകാരിലെ ആദ്യ തലമുറയിൽപ്പെട്ട ചരിത്രകാരന്മാരായിട്ടുള്ള MN റോയ്, RP ദത്ത്, AR ദേശായി തുടങ്ങിയ ചരിത്രകാരന്മാരെല്ലാം 1857 കലാപത്തെ ഒരു ഫ്യൂഡൽ കലാപമായിട്ടാണ് ചിത്രീകരിച്ചത്. അതായത് ഈ കലാപത്തിന് ഫ്യൂഡൽ മേധാവിത്വം അല്ലെങ്കിൽ ഈ കലാപം ഫ്യൂഡൽ മേധാവിത്വം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി നടത്തിയ കലാപമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഫ്യൂഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പന്നരായിട്ടുള്ള ഭൂപ്രഭുക്കന്മാരുണ്ടല്ലോ, അവരുടെ
ആ ഒരു ഭരണ രീതി അല്ലെങ്കിൽ അവരുടെ മേധാവിത്വം ഉയർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടി നടത്തിയ ഒരു കലാപമായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കലാപം തികച്ചും പ്രതിലോമപരമായിരുന്നുവെന്ന് അവർ അഭിപ്രായപ്പെടുന്നുണ്ട്. അതായത് വളരെ ഹീനമായിട്ടുള്ള ഒരു കലാപമായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ഇനി മറ്റൊന്ന് പറയുന്നത്, വിദേശ ഭരണത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലെ യാഥാസ്ഥിക വിഭാഗങ്ങൾ നടത്തിയ ശ്രമമായിരുന്നു 1857 കലാപമെന്ന് ചില ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. വിദേശ ഭരണത്തെ അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ട് യാഥാസ്ഥിക വിഭാഗം, അതായത് ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു വിഭാഗം വിദേശീയരെ എതിർക്കുന്ന സ്വദേശീയരായിട്ടുള്ള ആളുകൾ, അവർ നടത്തിയ ഒരു കലാപമായിരുന്നു എന്ന് ചില ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. മറ്റൊന്ന്, പഴമയും പുതുമയും തമ്മിലുള്ള ഏറ്റുമുട്ടലായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. മറ്റൊരു അഭിപ്രായം 1857 കലാപത്തെ സമീപകാലത്ത് നടന്ന പഠനങ്ങളിൽ അതിൽ കർഷകർ വഹിച്ച പങ്കിനെ പ്രത്യേകം എടുത്തു കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കലാപം ഒരു കാർഷിക അല്ലെങ്കിൽ കർഷക കലാപമായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ഈ കലാപത്തിൽ കർഷകരുടെ വ്യാപകമായ പങ്കാളിത്തത്തെ അടിസ്ഥാനമാക്കി ഇതൊരു കർഷക കലാപമായിരുന്നു എന്ന അഭിപ്രായം പല ചരിത്രകാരന്മാരും മുന്നോട്ട് വച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരഭിപ്രായത്തിൽ ആധുനിക ചരിത്രകാരന്മാർ ഇതിനെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയുള്ള ഒരു ജനകീയ കലാപമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ 1857 കലാപത്തിന്, വിപ്ലവത്തിന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ശിപ്പായി ലഹളയാണെന്ന് പറയുന്നു, ദേശീയ സമരമാണ്, ഫ്യൂഡൽ കലാപമാണ്, യാഥാസ്ഥിക കലാപമാണ്, കർഷക കലാപമാണ്, ജനകീയ കലാപമാണ്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഇതിനൊരു കൺക്ലൂഷൻ ചെയ്യുകയാണെങ്കിൽ ഈ പറയപ്പെട്ട 6 കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവരെല്ലാവരും അവരുടേതായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി അവർ സമരം നടത്തുകയും കലാപം നടത്തുകയും അത് മൊത്തത്തിൽ നോക്കുമ്പോൾ 1857 ഒരു കലാപമായിട്ട് കണക്കാക്കാം. ചുരുക്കത്തിൽ ഈ 6 പേരിൽ അറിയപ്പെടുന്ന ഒരു കലാപമാണ് ഇത് 1857 കലാപമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇനി 192 പേജിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ കോസസ് ഓഫ് ദ റിവോൾട്ട് ഓഫ് 1857. 1857 വിപ്ലവത്തിൻ്റെ കാരണങ്ങൾ ചർച്ച ചെയ്യുക. അതായത് 1857 ഈ വിപ്ലവത്തിനുള്ള കാരണങ്ങൾ, വ്യത്യസ്ത കാരണങ്ങളാണ് പറയുന്നത്. അതിൽ സാമ്പത്തിക കാരണങ്ങളുണ്ട്, രാഷ്ട്രീയ കാരണങ്ങളുണ്ട്, സാമൂഹ്യ സാംസ്കാരിക കാരണങ്ങളുണ്ട്, സൈനിക കാരണങ്ങളുണ്ട്, പെട്ടെന്നുണ്ടായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഇവിടെ 1857 ഇന്ത്യയുടെ ഉത്തരമധ്യ ഭാഗങ്ങളിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയായിട്ട് ശക്തമായൊരു കലാപം പൊട്ടിപ്പുറപ്പെട്ടു. അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യത്തിലെ ഇന്ത്യൻ ഭടന്മാരും അവരെയാണ് ശിപ്പായിമാർ എന്ന് പറഞ്ഞിരുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ, അതായത് ബ്രിട്ടീഷ് കമ്പനിയിലെ സൈന്യത്തിലെ ഇന്ത്യൻ ഭടന്മാരെയാണ് ശിപ്പായിമാർ എന്ന് പറയുന്നത്. അവരാണ് ഈ വിപ്ലവത്തിന് തുടക്കം കുറിക്കുന്നത്. ഈ ഒരു വിപ്ലവം ഏകദേശം ഒരു കൊല്ലത്തിലേറെ, ഒരു വർഷത്തിലേറെ കാലം നീണ്ടു നിന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിർണായകമായ ധാരാളം മാറ്റങ്ങൾക്ക് ഇത് വഴിയൊരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു 1857 കലാപമാണ് ഇന്ത്യ ചരിത്രത്തിലെ തന്നെ ഒരു വഴിത്തിരിവായത്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയുള്ള പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ നമുക്ക് സാധിച്ചത്. ഇനി കലാപത്തിൻ്റെ കാരണങ്ങൾ പറയുകയാണ്. ഇത് മൊത്തത്തിൽ, അതായത് വിപ്ലവത്തിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു എന്ന് ഒറ്റ ചോദ്യം ചോദിക്കാം. അല്ലെങ്കിൽ ഇതിലുള്ള 5 കാര്യങ്ങൾ പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരു കാര്യവും സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കുകയും ചെയ്യാം കേട്ടോ. ഇപ്പോൾ കലാപത്തിൻ്റെ കാരണങ്ങൾ, ഒന്നാമത്തത് സാമ്പത്തിക കാരണങ്ങൾ. അതായത് ബ്രിട്ടീഷുകാർ സാമ്പത്തികമായിട്ട് വളരെയധികം ഇന്ത്യയെ ചൂഷണം ചെയ്തിട്ടുണ്ട്.
അതായത് ഇന്ത്യയിലെ സമ്പത്തുകളും വിഭവങ്ങളും മുഴുവനായിട്ടും അവർ ചൂഷണം ചെയ്ത് അവരുടെ നാട്ടിലേക്ക്, അതായത് ബ്രിട്ടീഷിലേക്ക് കടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ വാണിജ്യപരമായിട്ടും കാർഷിക വ്യാവസായിക മേഖലകളൊക്കെ പരിപൂർണമായിട്ട് തകർന്നത് ബ്രിട്ടീഷുകാരുടെ ചൂഷണം കാരണമായിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ബ്രിട്ടീഷുകാരുടെ ചൂഷണം കാരണമായിട്ട് ഇന്ത്യയുടെ സാമ്പത്തിക മേഖല തന്നെ പരിപൂർണമായിട്ട് തകർന്നു. ഇങ്ങനെ സാമ്പത്തിക കാരണങ്ങൾ 1857 വിപ്ലവത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തതാണ് രാഷ്ട്രീയ കാരണം. അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പിടിച്ചെടുക്കൽ നയമാണ് രാഷ്ട്രീയ കാരണങ്ങളിൽ പ്രധാനമായിട്ട് വരുന്നത്. അതായത് ഇവർ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നാട്ടുരാജ്യങ്ങളെ തമ്മിൽ അകറ്റുകയും എന്നിട്ട് അവർ ഓരോ രാജ്യങ്ങളെയായിട്ട് അവരുടെ കീഴിൽ പല നിയമങ്ങളും കൊണ്ടുവന്ന് അവരുടെ കീഴിൽ വരുത്തുവാനാണ് ശ്രമിച്ചത്. അതിൽപ്പെട്ടതായിരുന്നു സൈനിക വ്യവസ്ഥ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് പ്രകാരം അവർ പല തന്ത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നാട്ടുരാജ്യങ്ങളെ കീഴടക്കുവാൻ ശ്രമിച്ചു. അതുപോലെ തന്നെ ധാരാളം നിയമങ്ങൾ കൊണ്ടുവന്നും അവർ നാട്ടുരാജ്യങ്ങളെ കീഴടക്കി അവരുടെ പരിപൂർണമായിട്ടുള്ള അധികാരം കൊണ്ടുവരുവാൻ ശ്രമിച്ചു. ഇത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള വിപ്ലവത്തിന് കാരണമായിട്ടുണ്ട്. നോക്കൂ, രണ്ടാമത്തത് രാഷ്ട്രീയ കാരണങ്ങൾ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പിടിച്ചെടുക്കൽ നയമാണ് കലാപത്തിനുള്ള രാഷ്ട്രീയ കാരണങ്ങളിൽ പ്രധാനം. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ പിടിച്ചെടുക്കുന്നതിനായി ബ്രിട്ടീഷുകാർ പല തന്ത്രങ്ങളും ആവിഷ്കരിച്ചിട്ടുണ്ട്. നാട്ടുരാജ്യങ്ങൾ കീഴടക്കുകയും പുതിയ ഒട്ടനവധി നിയമങ്ങളിലൂടെ അധികാരങ്ങൾ കൈയടക്കുവാൻ വേണ്ടി ബ്രിട്ടീഷുകാർ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ അവർക്ക് പിന്നീട് എതിരായി മാറുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് രണ്ടാമത്തത്, രാഷ്ട്രീയ കാരണങ്ങൾ. ഇനി മൂന്നാമത്തതാണ് സാമൂഹ്യ സാംസ്കാരിക കാരണങ്ങൾ. അതായത് ബ്രിട്ടീഷുകാർ വംശീയമായി കേമന്മാരാണെന്ന് അവർ കരുതിയിരുന്നു. അതായത് അവർ വെള്ളക്കാരാണല്ലോ, വെള്ളപ്പട്ടാളം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അപ്പോൾ അവർ വർണ്ണപരമായിട്ടും സാംസ്കാരികപരമായിട്ടും അവർ സ്വയം നമ്മളാണ് അല്ലെങ്കിൽ ഞങ്ങളാണ് കേമന്മാർ എന്ന് വിലയിരുത്തിയിരുന്ന ആളുകളായിരുന്നു ബ്രിട്ടീഷുകാർ. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യക്കാരോട് അങ്ങേയറ്റം ഒരു അവജ്ഞത, നമ്മളൊരു പുച്ഛം എന്നൊക്കെ പറയില്ലേ, അവർ വളരെ പുച്ഛത്തോടു കൂടിയിട്ടാണ് അവർ പെരുമാറിയിരുന്നത്. അതുപോലെ ബ്രിട്ടീഷുകാർ അവരുടെ ഭരണം മതപരമായിട്ടും സാംസ്കാരികപരമായിട്ടൊക്കെ വളരെയധികം അപകടത്തിലാക്കുമെന്ന് ഇന്ത്യയിലുള്ള വ്യത്യസ്ത മതവിഭാഗങ്ങൾക്കും മനസ്സിലായി. കാരണം അവരുടെ ഓരോ നിയമങ്ങളും അവരുടെ ഓരോ പ്രവർത്തനങ്ങളൊക്കെ ആ രീതിയിലായിരുന്നു. അപ്പോൾ ഇങ്ങനെ തങ്ങളുടെ മതത്തെ അപകടത്തിലാക്കുമെന്ന ഭയം ജനങ്ങൾക്കിടയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തുവാൻ വേണ്ടി പ്രേരിപ്പിച്ചു. മാത്രമല്ല ഗവൺമെൻറ് നടപ്പിലാക്കിയിരുന്ന പല സാമൂഹിക സാംസ്കാരിക പരിഷ്കരണങ്ങളും അത് ജനങ്ങളുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ ഓരോ മതത്തിൽപ്പെട്ട ആളുകൾക്ക് അവരുടേതായ മതങ്ങളെ ബാധിക്കുന്നതാണ് എന്ന് തോന്നിയപ്പോൾ സാമൂഹികപരമായിട്ട് അവരെന്ത് ചെയ്തു, അവരുടെ മതപരമായ രീതിയിൽ തന്നെ അവരെന്ത് ചെയ്തു, ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തി. ഇനി നാലാമത്തതാണ് സൈനിക കാരണങ്ങൾ. അതായത് നമ്മൾ ശിപ്പായി ലഹള എന്ന് പറഞ്ഞിരുന്നല്ലോ, അത് സൈനിക കാരണത്തിൽപ്പെട്ടതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ സൈന്യത്തിലെ ഇന്ത്യൻ ഭടന്മാരെയാണ് നമ്മൾ ശിപ്പായിമാർ എന്ന് പറഞ്ഞിരുന്നത്. ഈ ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷ് സൈന്യത്തെയും അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള ശിപ്പായിമാരെയും രണ്ട് രീതിയിലാണ് കണ്ടിരുന്നത്. അതായത് ഇവർക്കിടയിൽ എന്തുണ്ടായിരുന്നു, വിവേചനം കാണിച്ചിരുന്നു. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരാണ് ടോപ്പ് ലെവലിൽ, ഉന്നത തലങ്ങളിൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരും ബ്രിട്ടീഷ് സൈനികരുമാണ് ഉണ്ടായിരുന്നത്. അവർക്ക് നല്ല ശമ്പളം, താമസം, മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതേസമയം ഇന്ത്യയുടെ സൈനികർ, അതായത് ശിപ്പായിമാർ, അവർ രണ്ടാം കിടക്കാരായിരുന്നു, താഴെ തട്ടിലാണ് ഉണ്ടായിരുന്നത്. അവർക്ക് സാലറി കുറവായിരുന്നു. അതുപോലെ തന്നെ ഭക്ഷണം, താമസ സൗകര്യം ഇതൊക്കെ വളരെയധികം മോശപ്പെട്ടതായിരുന്നു.
മാത്രമല്ല ഇവർക്ക് ഉദ്യോഗ കയറ്റം, സ്ഥാനക്കയറ്റം, പ്രൊമോഷൻ ഇതൊന്നും നൽകുകയും ചെയ്തിരുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ധാരാളം പ്രശ്നങ്ങൾ ശിപ്പായിമാർ നേരിട്ടിരുന്നു. ഇതിനെതിരെയാണ് ശിപ്പായിമാർ എല്ലാവരും ഒന്നിക്കുകയും ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തുകയും ചെയ്തത്. ഇതാണ് സൈനിക കാരണങ്ങൾ അല്ലെങ്കിൽ ശിപ്പായി ലഹള എന്ന് പറയുന്നത്. നാലാമത്തത് നോക്കൂ, സൈനിക കാരണങ്ങൾ. ശിപ്പായിമാരുടെ ലഹളകളോട് കൂടിയാണ് 1857 കലാപം ആരംഭിക്കുന്നത്. അതായത് സാധാരണ ജനങ്ങൾ അനുഭവിച്ചിരുന്ന എല്ലാ കഷ്ടതകളും ശിപ്പായിമാരും അനുഭവിച്ചിരുന്നു. മാത്രമല്ല സൈന്യത്തിലും വിവേചനം നിലനിന്നിരുന്നു. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ മേൽത്തട്ടിലും ഇന്ത്യയിലെ സൈനികർ ശിപ്പായിമാർ താഴെ തട്ടിലുമാണ് ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷ് പട്ടാളക്കാരേക്കാൾ കുറഞ്ഞ വേതനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂലി, ശമ്പളമാണ് ശിപ്പായിമാർക്ക് ലഭിച്ചിരുന്നത്. മാത്രമല്ല അവർക്ക് ലഭിച്ചിരുന്ന ഭക്ഷണം, താമസ സ്ഥലം ഇതെല്ലാം വളരെ മോശപ്പെട്ടതായിരുന്നു. മാത്രമല്ല ഇവർക്ക് ഉദ്യോഗ കയറ്റം, പ്രൊമോഷൻ്റെ സാധ്യതയും ഇല്ലായിരുന്നു. ഇതെല്ലാം അനുഭവിച്ചത് കൊണ്ടാണ് ശിപ്പായിമാർ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു കലാപത്തിന് തയ്യാറെടുത്തത്. ഇനി അഞ്ചാമത്തെ കാരണമാണ് പെട്ടെന്നുണ്ടായിട്ടുള്ള കാരണം. അതായത് ബ്രിട്ടീഷ് സൈന്യത്തിലേക്ക് പുതിയ എൻഫീൽഡ് തോക്കുകൾ കൊണ്ടുവന്നു. അപ്പോൾ ഈ എൻഫീൽഡ് തോക്കുകളിലെ തിരകൾ അതിൻ്റെ തിരകൾക്കൊരു ഗ്രീസ് കൊണ്ടുള്ള ആവരണം ചെയ്തിട്ടുള്ള ഒരു കടലാസ് ഉണ്ടായിരുന്നു. ഗ്രീസ് ആവരണമുള്ള ഒരു കടലാസ് ഉണ്ടായിരുന്നു. ആ കടലാസ് നമ്മൾ കടിച്ച് പൊട്ടിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, തിര ഇതിൽ നിറക്കുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഗ്രീസ് നിർമ്മിച്ചിട്ടുള്ളത് പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഗ്രീസ് ഉണ്ടാക്കിയത് എന്നുള്ള ഒരു കിംവദന്തി ഇവർക്കിടയിൽ എന്ത് ചെയ്തു, പടർന്നു. അപ്പോൾ ഇത് ബ്രിട്ടീഷുകാർ തങ്ങളുടെ മതത്തെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ബോധപൂർവം ഉണ്ടാക്കിയതാണ് എന്ന് അവർ മനസ്സിലാക്കുകയും ശിപ്പായിമാരെന്ത് ചെയ്തു, ബ്രിട്ടീഷുകാർക്കെതിരെ, അതായത് ശിപ്പായിമാർ ഈ തിര ഉപയോഗിക്കുന്നതിൽ അവർ വിസമ്മതിക്കുകയും ഇത് പിൻവലിക്കുവാൻ അവർ ആവശ്യപ്പെടുകയും ചെയ്തു. ഇത് പിൻവലിക്കുന്നതിൽ വിസമ്മതം കാണിച്ചതോടുകൂടെയാണ് ശിപ്പായിമാർ ഈ ഒരു ലഹളക്ക് പുറപ്പെടുന്നത്. അപ്പോൾ നാലാമത്തതാണ് പെട്ടെന്നുണ്ടായ കാരണം. എക്സാമിനൊക്കെ ഇത് മാത്രമായിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. അഞ്ചാമത്തത് പെട്ടെന്നുണ്ടായ കാരണം. പുതിയ എൻഫീൽഡ് തോക്ക് സൈന്യത്തിൽ നടപ്പിലാക്കിയതാണ് കലാപത്തിൻ്റെ ആസന്ന കാരണം. ആസന്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നുള്ള കാരണം. ഇതിൻ്റെ തിരകൾക്ക് ഗ്രീസിട്ട ഒരു കടലാസ് ആവരണം ഉണ്ടായിരുന്നു. ആവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊതിയ എന്നൊക്കെ പറയില്ലേ, അപ്പോൾ ഇങ്ങനെ ഒരു പൊതിഞ്ഞ കടലാസ് ഉണ്ടായിരുന്നു. തിരകൾ തോക്കിൽ നിറക്കുന്നതിന് മുമ്പ് ഈ കടലാസ് കടിച്ചെടുത്ത് നീക്കം ചെയ്യണമായിരുന്നു. നമ്മൾ പട്ടാളക്കാരെ കാണിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതുപോലെ എന്ത് ചെയ്യണം, കടിച്ചെടുത്ത് നീക്കം ചെയ്യണം. പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് കൊണ്ടാണ് പലപ്പോഴും ഈ ഗ്രീസ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നൊരു കിംവദന്തി പട്ടാളക്കാർക്കിടയിൽ പരന്നു. അതായത് പശുവിൻ്റെയും പന്നിയുടെയും, ഇപ്പോൾ നമ്മൾ ഹിന്ദു മതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ പശു എന്ന് പറയുമ്പോൾ ഒരു ആരാധന മൃഗമാണ് അല്ലേ, ദൈവമാണെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അപ്പം അങ്ങനെ മതത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ് പശു എന്നുള്ള മൃഗം. അതുപോലെ തന്നെ ഹിന്ദു മതത്തിൽ, അതുപോലെ മുസ്ലിം മതത്തിൽ പന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വളരെ മോശപ്പെട്ട ഒരു മൃഗമാണ് പന്നി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് മതപരമായിട്ട് പലപ്പോഴും എതിർപ്പ് നിൽക്കുന്ന ഒരു കാര്യമാണ്. ഇത് സ്വാഭാവികമായിട്ടും തങ്ങളുടെ മതത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ബോധപൂർവം ചെയ്തതാണ് എന്ന് ശിപ്പായിമാർ കരുതുകയും ഇത് പിൻവലിക്കുവാൻ അവരോട് ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഈ കാര്യത്തിന് ക്ഷുഭിതരായിട്ടുള്ള ശിപ്പായിമാർ പുതിയ തിരകൾ ഉപയോഗിക്കുവാൻ വിസമ്മതിച്ചു. ഇതോടുകൂടെയാണ് അവർ വിസമ്മതിക്കുകയും പിന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിന് ഒരുങ്ങുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് എന്തുണ്ടാകുന്നത്, ശിപ്പായി ലഹള ഉണ്ടാകുന്നത്. ഇത് തന്നെയാണ് 1857
വിപ്ലവത്തിനുള്ള ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണമായിട്ടും കണക്കാക്കുന്നത്. സൈനികർ അനുഭവിച്ചിരുന്ന ധാരാളം പ്രശ്നങ്ങളുണ്ട്. ഈ ഒരു പ്രശ്നവും കൂടെ, ഈ ഒരു എൻഫീൽഡ് തോക്ക് ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം കൂടെ വന്നത് പെട്ടെന്നുള്ള സമരത്തിന്, കലാപത്തിന് കാരണമാവുകയും ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ്. എക്സാമിൻ ദ റിസൾട്ട് ഓഫ് 1857 റിവോൾട്ട്. 1857 കലാപത്തിൻ്റെ ഫലങ്ങൾ പരിശോധിക്കുക. 193 പേജിൽ 1857 കലാപം ഇന്ത്യ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായി മാറി. ദൂരവ്യാപകമായ ധാരാളം പ്രത്യാഘാതങ്ങൾ അതുണ്ടാക്കുകയും അതിൻ്റെ ഫലമായി ആ കലാപത്തിൻ്റെ ധാരാളം ഫലങ്ങൾ, നമുക്ക് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുമുള്ള ധാരാളം ഫലങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ആ കലാപത്തിൻ്റെ ഫലങ്ങളാണ് ഇനി പറയുന്നത്. അതിലൊന്നാമത്തത് 3 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള മുഗൾ രാജവംശത്തിന് കലാപം പൂർണ്ണമായും അന്ത്യം കുറിച്ചു. അതായത് ആ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പായിട്ട് ഇവിടെ ആര് ഭരണം നടത്തുന്നുണ്ട്? മുഗൾ രാജാക്കന്മാർ ഭരണം നടത്തിയിരുന്നു. ഡൽഹി സുൽത്താൻമാർ, നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ പറഞ്ഞു വന്നിരുന്നതാണല്ലോ അല്ലേ. ഡൽഹി സുൽത്താൻമാർ, അവർക്ക് ശേഷം മുഗൾ രാജവംശമൊക്കെ ഭരണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഫലം, മുഗൾ രാജവംശത്തിന് കലാപം പൂർണ്ണമായ അന്ത്യം കുറിച്ചു. രണ്ടാമത്തത്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലുള്ള ഭരണം അവസാനിക്കുകയും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഏറ്റെടുക്കുകയും ചെയ്തു. അപ്പോൾ ഇതുവരെ നടത്തിയിരുന്നത് ആരായിരുന്നു? ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരുന്നു. അപ്പോൾ ഇതോടുകൂടെ എന്ത് ചെയ്തു? രാജ്ഞി നേരിട്ട് ഭരിക്കുന്ന സാഹചര്യത്തിലേക്ക് മാറി. ഇനി മൂന്നാമത്തത്, ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ ഘടനയും നയങ്ങളും മാറി. അതായത് ബ്രിട്ടീഷ് രാജ്ഞി ഏറ്റെടുത്തതോടുകൂടെ ഭരണപരമായിട്ടുള്ള മേഖലയിൽ ധാരാളം പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നു. അതുപോലെ തന്നെ അവരുടെ നിയമങ്ങളിലും നയത്തിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് സൈന്യത്തെ രാജ്ഞി പുനഃസംഘടിപ്പിച്ചു. സൈന്യത്തിലെ യൂറോപ്യന്മാരുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ഉയർന്ന തസ്തികകളിലെല്ലാം അവരുടെ കീഴിലാക്കുകയും ചെയ്തു. തസ്തിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഓരോ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടല്ലോ, ടോപ്പ് ലെവൽ വരുന്ന ഭരണപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരെയാണ് കൊണ്ടുവന്നത്. പിന്നെ അതുപോലെ തന്നെ ദത്തവകാശ നിരോധനവും സാമ്രാജ്യത്വ വികസന നയവും ഉപേക്ഷിച്ചു. ദത്തവകാശ നിരോധനം കൊണ്ടുവന്നു. അതുപോലെ തന്നെ സാമ്രാജ്യത്വ വികസനത്തിന് വേണ്ടി വരുന്ന കാര്യങ്ങൾ, നയങ്ങളൊക്കെ അവരെന്ത് ചെയ്തു? ഉപേക്ഷിച്ചു. പിന്നെ അതിന് പകരമായിട്ട് അവർ സാമ്പത്തിക ചൂഷണത്തിന് ഊന്നൽ നൽകുക എന്നുള്ള ഒരു നയമാണ് അവർ ആവിഷ്കരിച്ചത്. സാമ്പത്തിക ചൂഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഉൽപ്പന്നങ്ങൾ വിലപിടിപ്പുള്ള അല്ലെങ്കിൽ മുഴുവൻ കാർഷികപരമായിട്ടും വ്യാവസായികപരമായിട്ടൊക്കെ എല്ലാ ഉൽപ്പന്നങ്ങളും ബ്രിട്ടീഷിലേക്ക് കയറ്റുമതി ചെയ്യുക കുറഞ്ഞ വിലക്ക്. എന്നിട്ട് അവിടെ നിന്നും ഉൽപ്പന്നങ്ങൾ വലിയ വില ഈടാക്കിയിട്ട് ഇന്ത്യയിൽ തന്നെ കൊണ്ടുവന്ന് വിൽക്കുക. അപ്പോൾ അത്തരത്തിൽ മുഴുവൻ കുത്തക, വ്യാവസായികപരമായിട്ടും വാണിജ്യപരമായിട്ടുള്ള മുഴുവൻ കുത്തകയും ബ്രിട്ടീഷിൻ്റെ കീഴിൽ കൊണ്ടുവരിക, അങ്ങനെ പരമാവധി സാമ്പത്തിക ചൂഷണം നടത്തുക എന്നുള്ള നയമാണ് പിന്നീട് അവർ മുന്നോട്ട് വെച്ചത്. ഇനി മറ്റൊന്ന്, വിഭജിച്ചു ഭരിക്കൽ നയം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അവിഭാജ്യ ഘടകമായി മാറി. വിഭജിച്ച് ഭരിക്കുക, അതായത് ഇന്ത്യക്കാർക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുക. ഇപ്പോൾ മതപരമായിട്ടാണെങ്കിൽ ഹിന്ദു മുസ്ലിം ഐക്യം തകർത്ത് അവരെ എതിരാളികളാക്കുക. അതുപോലെ തന്നെ പരിഷ്കരണവാദികൾ, അതുപോലെ പാരമ്പര്യവാദികൾ, പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് വാദിക്കുന്ന ആളുകളും പാരമ്പര്യം മതി നിലനിർത്തുക എന്ന് വാദിക്കുന്ന ആളുകളൊക്കെ തമ്മിൽ പരസ്പരം ഒരു ശത്രുക്കളാക്കിയിട്ട് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള രീതിയാണ് അവർ പിന്നീട് മുന്നോട്ട് വച്ചിരുന്നത്. ഇനി മറ്റൊന്ന്, അഞ്ചാമത്തത്, കലാപശേഷം സാമൂഹ്യ പരിഷ്കരണങ്ങളോട് ബ്രിട്ടീഷുകാർ വിമുഖത പ്രകടിപ്പിച്ചു. പലപ്പോഴും അവർ യാഥാസ്ഥികരുടെ പക്ഷം ചേരുവാനാണ് ശ്രമിച്ചത്. പരിഷ്കരണങ്ങളൊന്നും കൊണ്ടുവരേണ്ടതില്ല, ഇന്ത്യയിൽ മുമ്പ് നടന്നിരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ പോകട്ടെ എന്നുള്ള ഒരു മൈൻഡാണ് ബ്രിട്ടീഷുകാർ ശേഷം കാണിച്ചു തുടങ്ങിയത്. ഇനി ആറാമത്തത്,
ഹിന്ദു മുസ്ലിം ഐക്യത്തിൽ വിള്ളലുണ്ടാക്കി. നമ്മൾ നേരത്തെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് പറഞ്ഞല്ലേ, ഹിന്ദു മുസ്ലിം വിഭാഗത്തിനിടയിൽ എന്ത് ചെയ്യുക, ഭിന്നത ഉണ്ടാക്കി. ഏഴാമത്തത് ആധുനിക ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഉത്ഭവത്തിന് കലാപം വഴിതെളിച്ചു. അതായത് നമ്മൾ ഇന്ന് കാണുന്ന ഇന്ന് കാണുന്ന ഇന്ത്യയിലേക്ക്, സ്വതന്ത്ര ഇന്ത്യയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് ദേശീയ പ്രസ്ഥാനങ്ങൾ ഉത്ഭവിക്കുവാൻ 1857 വിപ്ലവങ്ങൾ കാരണമായിട്ടുണ്ട്. അപ്പോൾ വിപ്ലവത്തിലെ പല വിപ്ലവങ്ങളും ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും, മിക്കതും അവർ അടിച്ചമർത്തിയിട്ടുണ്ട്, എങ്കിലും ഈ ഒരു വിപ്ലവത്തിൽ നിന്ന് ഊർജം കൈക്കൊണ്ടുകൊണ്ടാണ് ധാരാളം ദേശീയ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരികയും ആ ദേശീയ പ്രസ്ഥാനങ്ങളാണ് പിന്നീട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുകയും ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 1857 കലാപത്തിൻ്റെ ഫലങ്ങളായിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 1857 വിപ്ലവത്തിൻ്റെ പരാജയത്തിനുള്ള കാരണങ്ങളാണ് പറയുന്നത്. 194 പേജിൽ 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് വർ ദ കോസസ് ഓഫ് ദ ഫെയിലിയർ ഓഫ് ദ റിവോൾട്ട് ഓഫ് 1857? 1857 വിപ്ലവത്തിൻ്റെ പരാജയ കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു? കലാപത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ വലിയ വിപ്ലവം നടത്തുകയും ആ ബ്രിട്ടീഷുകാരെ തോൽപ്പിച്ചുകൊണ്ട് നിരവധി പട്ടണങ്ങളും നഗരങ്ങളും പിടിച്ചെടുക്കുവാൻ കലാപക്കാർക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നീട് കുറച്ചുകൊണ്ട് കഴിഞ്ഞപ്പോഴേക്കും ബ്രിട്ടീഷ് സൈന്യം തിരിച്ച് ആക്രമിക്കുകയും, അതായത് ധാരാളം സൈനികരെ അറക്കുകയും അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള യുദ്ധ സാമഗ്രികൾ അവർ ഉപയോഗിക്കുകയും ചെയ്തു. ഇങ്ങനെ എല്ലാ കലാപക്കാരെയും ബ്രിട്ടീഷ് സൈന്യം അടിച്ചമർത്തുകയാണ് ചെയ്തത്. കലാപത്തിൽ ഉൾപ്പെട്ടവരെയും അവരെ സഹായിച്ചവരെയും കശാപ്പ് ചെയ്തുകൊണ്ട് 1858 അന്ത്യത്തോടു കൂടിയിട്ട് കലാപം പൂർണ്ണമായും അടിച്ചമർത്തുകയാണ് ചെയ്തത്. അപ്പോൾ 1857 തുടക്കത്തിൽ കലാപകാരികൾക്ക് വലിയ വിജയം നേടുവാനും പല പ്രദേശങ്ങളും അവരുടെ കീഴിൽ കൊണ്ടുവരാനൊക്കെ സാധിച്ചിട്ടുണ്ട്. എന്നാൽ 1858 അവസാനത്തോടു കൂടെ എല്ലാ കലാപങ്ങളും ബ്രിട്ടീഷ് ഗവൺമെൻറ്, ബ്രിട്ടീഷ് സൈനികർ അടിച്ചമർത്തുകയാണ് ചെയ്തത്. ഇനി 1857 പരാജയത്തിനുള്ള കാരണങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തത് സംഘാടനത്തിൻ്റെയും ആസൂത്രണത്തിൻ്റെയും കുറവ്. അതായത് ഒരു കൃത്യമായിട്ടുള്ള നേതാക്കന്മാരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചൊന്നുമല്ല പല കലാപങ്ങളും ഉണ്ടായിട്ടുള്ളത്. ഒന്നാമത്തത് സംഘാടനത്തിൻ്റെയും ആസൂത്രണത്തിൻ്റെയും കുറവ്. രണ്ടാമത്തത് പരിശീലനം ലഭിച്ച നേതാക്കന്മാരുടെ കുറവ്. നേരത്തെ പറഞ്ഞല്ലോ, ഒരു നല്ല നേതാക്കന്മാർ പലപ്പോഴും ഇവർക്കുണ്ടായിട്ടില്ല, ലീഡർഷിപ്പ് ഉണ്ടായിട്ടില്ല. മൂന്നാമത്തത് വലിയ ജമീന്ദർമാരും പണമിടപാടുകാരും വ്യവസായികളും ഇതിൽ നിന്ന് മാറി നിന്നു. ജമീന്ദർമാർ അവർ ഭൂമി കൈവശം വെച്ച ആളുകളാണ്, അധികാരികളാണ്, അവർ വിട്ടുനിന്നു. അതുപോലെ തന്നെ പണമിടപാടുകാർ, പിന്നെ വ്യവസായികൾ, സാമ്പത്തികപരമായിട്ട് ഉന്നതിയിൽ നിൽക്കുന്ന പല ആളുകളും ഈ വിപ്ലവത്തിൽ നിന്ന് വിട്ടുനിന്നിട്ടുണ്ട്. അതും സാമ്പത്തികപരമായിട്ട് ഈ വിപ്ലവങ്ങളെല്ലാം പിന്നോട്ട് പോയി. അത് പരാജയത്തിന് കാരണമായി. മറ്റൊന്ന്, ബ്രിട്ടീഷ് സേനയുടെ പരിശീലനം നേടിയ നേതൃത്വത്തിനെതിരെ പിടിച്ചു നിൽക്കുവാനുള്ള കഴിവ് ഇന്ത്യക്കാർക്ക് ഉണ്ടായില്ല. അവർ സൈനികരാണ്, നല്ല പരിശീലനം ലഭിച്ച വലിയ യുദ്ധ സാമഗ്രികളൊക്കെ ഉള്ള ആളുകളാണ് ബ്രിട്ടീഷുകാർ, ബ്രിട്ടീഷ് സൈന്യം. ഇത് നമ്മൾ സാധാരണക്കാരായ ആളുകളാണ്. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് സൈന്യത്തോട് പിടിച്ചു നിൽക്കുവാൻ ഇന്ത്യക്കാർക്ക് കഴിഞ്ഞിട്ടില്ല. ഇനി അഞ്ചാമത്തത്, ബ്രിട്ടീഷ് സേനയുടെ ആധുനിക ഗതാഗതവും സാങ്കേതിക വിദ്യയും ഇന്ത്യക്കാർക്ക് ഉണ്ടായിരുന്നില്ല. അവരുടെ ആധുനിക ഗതാഗതം, അതുപോലെ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, അവരുടെ പീരങ്കിയോ അല്ലെങ്കിൽ തോക്കുകൾ, മറ്റുള്ള ആയുധങ്ങൾ, ടെക്നോളജിയോടൊന്നും പിടിച്ചു നിൽക്കുവാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ടെക്നോളജി ഒന്നും ഇന്ത്യയിലുണ്ടായിരുന്ന കലാപകാരികൾക്ക് ഉണ്ടായിട്ടില്ല. ഇതും 1857 വിപ്ലവ പരാജയത്തിന് കാരണമായിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ 5 കാര്യങ്ങളാണ് 1857 വിപ്ലവത്തിൻ്റെ പരാജയങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് വരുന്നത്. ഓക്കെ.